ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ കോൺഗ്രസ് നിലപാട് മാറ്റിയിരിക്കുകയാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് തന്നെ തെറ്റല്ലേ? കോൺഗ്രസ് നിലപാട് മാറ്റിയിരിക്കുക എന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞത്. കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു? ഈ കാര്യത്തെക്കുറിച്ച് പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം എന്നാണ് ആദ്യം തൊട്ട് പറയുന്നത്. അപ്പൊ നിലപാട് മാറ്റിയിരിക്കുന്നു പറഞ്ഞാൽ ഞങ്ങള് അതിൽ പങ്കെടുക്കുമെന്ന് തീരുമാനമെല്ലാം പറഞ്ഞു. കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ബാബറി മസ്ജിദ് പൊളിച്ച് ശ്രീരാമക്ഷേത്രം പണിയുന്ന ആ ചടങ്ങ് RSSകാരുടെയും അതുപോലെ തന്നെ സംഘപരിവാറുകാരുടെയും ഒരു ചടങ്ങാണ്. അത് സർക്കാർ ചെലവിലാണ് നടത്തുന്നത്. ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സർക്കാർ ചെലവിൽ യാത്ര നടത്തിയ പോലെ ഇതും സർക്കാരിന്റെ പണം ദൂർത്തടിച്ചിട്ട് നടത്തുന്ന ഒരു പാർട്ടി പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു കാര്യവും കോൺഗ്രസില്ല. മതേതര രാഷ്ട്രമായി ഇന്ത്യയിൽ മതനിരപേക്ഷ മനസ്സുള്ള ആർക്കും ഇത്തരം കാര്യങ്ങൾ മതങ്ങളെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും ശ്രമിക്കുന്ന RSS സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കാനാവില്ല. അതുകൊണ്ട് കോൺഗ്രസ് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കോൺഗ്രസിന്റെ തീരുമാനം യുക്തമാണ്. നേരത്തെ സോണിയാഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധി ചടങ്ങിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ കേരള ഘടകത്തിന് ഉൾപ്പെടെ അതിൽ വിയോജിപ്പുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഒരു തീരുമാനം പ്രധാനമായും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക്, അത് ഐകകണ്ഠമായ ഒരു തീരുമാനം എന്ന് തന്നെ വേണമോ കരുതാൻ? തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇതിനകത്ത് വ്യക്തികൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായം ആർക്ക് വേണമെങ്കിലും രേഖപ്പെടുത്താം. പക്ഷേ തീരുമാനം അന്തിമമായെടുക്കുന്ന പാർട്ടിയാണ്. പാർട്ടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാം. പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ്. ആ തീരുമാനത്തോടൊപ്പം ഈ പാർട്ടിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ യോജിച്ച് നിൽക്കുകയാണ് അഭികാമ്യം. പ്രധാനമായും കോൺഗ്രസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പറയുന്നത് BJP RSS പരിപാടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും പിന്മാറുന്നത് എന്ന് തന്നെയാണ്. അല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പറയുന്നത് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ. ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന ഓരോ പൗരനും അവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ അവകാശം ഓരോ പൗരന്റെ അവകാശമാണ്. പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ പറയുന്നു, RSS സംഘപരിവാർ നടത്തുന്ന ഈ മതനിരപേക്ഷ തകർക്കാൻ, അട്ടിമറിക്കാൻ ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പിന്റെ ഭാഗമായി ഈ രാമക്ഷേത്ര അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പങ്കെടുക്കില്ല. ഞങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരിക്കലും മതേതരത്വത്തിന് പോറലേക്കുന്ന ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല.